ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശാദിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായി പ്രതിരഹിതാകാരുണ്യത്താൽ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയെന്നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീനും ഭേദമതന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയായിവർത്തൻ മൃതിയെ മെതിച്ചു നിധനിച്ചോനെ അപരിഭാവന തൃത്വൈക സുരിതാവോടൊപ്പം ജീവനെടും ഋക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലായിസോൻ കുറിയേലായിസോൻ, കുറിയേലായിസോൻ. വിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതം അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാഹിക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല.
എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവരേറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഹബീബായി ബാറക്കുമോ. പൗലോസു ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോൻ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നിന്ന് എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. ആഹായി ബാറക്കുമോൻ. സ്തുതി ബലികളാണ് ചേരിടുവീ കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുൻപിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിൻ്റെ ജീവനക്ഷിയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവും ആയ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു.
പറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുളി ചെയ്തു: ഏതു നേരത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവീൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരോടുകൂടെ ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഇഷ്ടം പോൽ ഗ്രഹപാലകരെ മൺവയരിൽ നന്മീക്ഷാട്ടിൻ കൂട്ടത്തെ മേയിപ്പാനധികാരം നൽകിയ മശിഹ ഇടയ പ്രമുഖ ഇരുലോകത്തിൻ താക്കോൽക്കാരൻ ശ്രീഹാശ്രേഷ്ഠൻ ശമവോനെ പോൽ തന്നിടവകയിൽ തൽസ്ഥാനേ നിന്നിടും നേരം ഇത്താതർത്തൻ സ്മൃതിയാൽ കൃപ ഞങ്ങൾ കേകേണം. Barkumor Stomen Galos Kurielaiso. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞൗമോസോ ബാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ തൃക്കരങ്ങളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും
വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ, എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ അതിൻ്റെ സലജനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിവുമാകുന്ന പനിമഞ്ഞെ അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനേ, കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം നൽകുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുമാറാകണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീ മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിൻ്റെ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓ ശോഭകുല സുബാൻ ലവൽമീ ഈറേന്മാർക്കും മാലാകമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മായിക്കപ്പെടുവാനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ്
പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാ ജീവനും പരിശുദ്ധിയുമുള്ളവൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സലിവ് തോന്നി ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. ബത്രായി കുന്നോൽമേല ഓലം വൽമീ. ബാരക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരവാദം വെച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസാപ്രകാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും ചെയ്യുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്ന നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായ ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കൂ നീ കുർബാന. പ്രിയരേ കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ
പുരസ്ത സവിതസ്തരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വാരുവീ ഒരുപോൽ കരുണയിര നീടാം. ബാർക്കുമോർ സ്തോമൻ ഗാലോസ് കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവും വായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോവകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ന്യൂന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം തൽശ്ലോമോയും ശൈനോയും നമ്മെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമീൻ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും
എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ തൃത്വമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. മസക്കിൻ കോയൻ വമറീ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ തൻ്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേദൽ വോലം വൽമേ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മാറേ തൻ്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ഇത് ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽഹായേദൽ വോലം വൽമേ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോദോസേനോ
വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നിയണമേ, അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോർ, എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. സമാധാനം ഞങ്ങളെല്ലാവർക്കും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയതോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധ റൂഹ ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകണമേ. പരിശുദ്ധ റൂഹ ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാർക്കിമോർ, ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സോലെപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വായികൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ,
പലവിധമായ കഠിന പരീക്ഷകളിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യൈക്യാഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോ. 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജ്ഞാനാഗോചരമായ സയോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിത്രിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിയോസന്മാരെയും സഹോദരന്മാരെയും മൗധ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാർയോഹാനോൻ മബ്ദാനായെയും ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായെയും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും കൃപയോടെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ. സ്ലൈഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും
സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭാ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവുന്നില്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബുർധാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കടയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നിവേഴ്കരിച്ച് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ ബാഹിക്കുമോ അരൂപികളുടെയും തളിജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂടി നില പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, നീ മൂലവർ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പോയിരിക്കുന്ന സകല മരിച്ചുപോരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെയും അറിവോട് അറിവുപെടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുത്ഥാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം കാലത്തിലും ബഹുമാനവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുവായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോട് സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ
ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ാര്യാസനമേറി ഇടയനെഴും താലന്തോകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചു കൊടുത്താൻ ഭംഗ്യ തന്നകമേ വാണിടുന്ന റൂഹായുടെ വീര്യം മൂലം യോഗ്യത പോരോരുവനും അധികാര സ്ഥാനം നൽകി ഉന്നതന കർത്താവിൻ്റെ സഭയിൽ ചോടിയായി നിൽപ്പാനും ശുദ്ധ്യാമേ ഈച്ചിടാനും പ്രോത്സാഹിപ്പിച്ചാനവരെ ശസ്ത്രധരൻ വിസ്മയനീയൻ വീരൻ സേനാധിപനെ പോ ബിയന്നെ വിശ്വാസാർത്ഥം പാവന പോരാട്ടം ചെയ്ത നീതിയിലോട്ടം നിറവേറ്റി ശാന്ത്യാകർതൃപദം ചേർന്ന തന്നെയോ കുന്നാൾ ഞങ്ങൾ മഹിമയെഴും തൃത്വാത്മകന താതനെയും നന്ദനനെയും റൂഹായെയും വാഴ്ത്തുന്നു തൽപ്രാർത്ഥനയും യാചനയും എല്ലാ നേരത്തും നിത്യം കാരുണ്യം ഞങ്ങൾക്കേറ്റം ഹല്ലേലൂയ സൗജന്യം ചെയ്തിടട്ടെ ബാറയ്ക്കുമോ കുറിയിലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാറക്കുമോർ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും
ചിന്നി പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാര്യത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് നൽകണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വാകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വസ്തതയെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തകവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തും സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗുരുവായുമല്ലാത്ത പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാൻ
പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏകപരിശുദ്ധരുവായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസൂതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോറാഹി മേലൈരുവാദാരേ നിന്നാസ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായൗഹാലേ ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ ബോല വലറുഹോ കാദീശോ ഓലം വാദാമുൽഓലം ഉൽമീനാമി ഭക്തർ പുകഴ്ചാഭാജനമേ നിന്നിലുദീശോരേകസുതൻ തൃക്കരുൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം സ്തൗമൻ കാലസ്കുരിയിലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ ബോല വലറുഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലൈനുവാദാരേ മോറാനീശോ കുരിശും നിൻ മാതൃജനത്തെ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർ ദുഷ്ടി പുഷ്ടികളും പാലിക്കുമോ പോല പുറോ വലറൂഹോ കാദീശോ ഓലം വാദാമുൽഓലം ഉൽമീനാമി ഒരു പോലിങ്ങും മാർഗി മാർത്തോമാസ്ലീഹ മേലും നീന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീശോർക്കായി സൗമൻ കാലസ്കുറിയേലായിസോ പ്രാർത്ഥനയേൻ സമയമിതല്ലോ മാർഗ്രീഗോറിയോ ഭഗവൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പവഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോർത്ത് കൈവാഴ്ത്തേണം ബാക്കുമോ പോല
ഓലാബോല പുറോ വലറൂഹോ കാദീശോ നിന്നവരിച്ചൊരു താതനും മൂർത്തിവന്യാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനീശ സുതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹിമേലുവതാവേ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും വായിച്ചിടാം. അഭിവന്യരായ സഹോദര മെത്രാപ്പൊലിത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ നക്ഷത്ര ശോഭയാൽ ശോഭ പോലെ തിളങ്ങി ശോഭിച്ച മഹാപരിശുദ്ധനായ ഒരു പിതാവിൻ്റെ ഓർമ്മ ദിവസമാണിന്ന്. പരിശുദ്ധ വലിയ ബാവ എന്ന പേരിൽ അറിയപ്പെടുകയും സകലമാന മനുഷ്യരെയും സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും വിവേകം കൊണ്ടും കീഴ്പ്പെടുത്തുകയും പരിശുദ്ധ സഭയുടെ ഉയർച്ചയിലും താഴ്ചയിലും സമചിത്തത പാലിക്കുകയും പാതാളം വരെ താണുപോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതിരിക്കുകയും ആകാശത്തോളം മാനം മുട്ടെ സന്തോഷിക്കുവാൻ ഇട നൽകുന്ന സന്ദർഭങ്ങളിലെ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരുപോലെ ഇടപെടുവാനും സംസാരിക്കുവാനും ഉള്ള വിശാല ഹൃദയത്തിൻ്റെ ഉടമയും സാക്ഷാൽ ഇടയൻ എന്ന പേര് അന്വർത്ഥമാക്കപ്പെടുന്ന ജീവിതശൈലിയും ദൈവിക സംസർഗവും എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു മഹാപരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഇന്ന് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ പലപ്പോഴും വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ വ്യക്തിത്വഭാവത്തെക്കുറിച്ചോ അവരുടെ ജീവിതശൈലിയെക്കുറിച്ചോ ഒരുപക്ഷെ നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇതെന്ന് ഞാൻ വെറുതെ ഓർത്തു പോകുകയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മറ്റൊന്നുമല്ല, മലങ്കര സഭ വിദേശ മേധാവിത്വത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന പ്രതിജ്ഞ ചെയ്ത കൂനംകുരിശ് സത്യത്തിൻ്റെ ദിവസം തീയതി ഇന്ന് തന്നെയാണ്. അതത്ര ചെറിയ കാര്യമല്ല. 15-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോളം ആദ്യ ഭാഗം വരെ ഭാരതത്തിലെ ക്രൈസ്തവ സഭ സമാധാനം ആസ്വദിച്ച് കഴിഞ്ഞിരുന്നവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ രാജാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒരമ്മയുടെ മക്കൾ പോലെ ജീവിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അപ് ടു ദ 16th century. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ മൺമറഞ്ഞുപോയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടു. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ദേവസ്ഥാനം എന്ന നിലയിൽ കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ഇവിടെ ദാസൻ എന്ന് വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം
തിരുവനന്തപുരത്ത് ആ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വത്തിൻ്റെ മൂല്യം ഇന്നത്തെ തലമുറയ്ക്ക് തൂക്കി നോക്കാനോ അളക്കാനോ വയ്യാത്തത്ര, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും തുല്യമായ തുക അവിടെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത് വെളിപ്പെട്ട് അളന്നു നോക്കാനും തൂക്കി നോക്കുവാനും ഗവൺമെൻറ് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ശ്രീ പത്മനാഭ സ്വാമിയുടെ സമ്പത്താണ്, ഞാൻ അതിൻ്റെ ദാസനാണ്. ക്രിസ്ത്യാനികളിൽ ആരെങ്കിലും ആണോ അത്ര ഒരു സമ്പത്ത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവിടെ തരിശു ഭൂമിയായി ഒരു ചില്ലിക്കാശ് പോലും അവിടെ കാണുകയില്ല. അതെല്ലാം നമ്മൾ എടുത്ത് നമ്മുടെ ആഘോഷത്തിനും ധൂർത്തിനും ഉപയോഗിച്ചേനെ. ഒരു ഹൈന്ദവ രാജാവ് പറയുന്നു, ഞാൻ ഓരോ ദിവസവും ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോ കോയിൻ, സ്വർണ്ണ നാണയം ഞാൻ അവിടെ നേർച്ചയിടുമായിരുന്നുവെന്ന്. അതൊന്നും എടുത്ത് ചെലവാക്കാനല്ല, അതല്ല ഈശ്വരൻ്റേതാണ്. അപ്പോൾ കോടാനുകോടി സ്വത്തുള്ള ഒരു മഹാരാജാവ് ആ സ്വത്തെല്ലാം ഈശ്വരൻ്റേതാണ് എന്ന് വിശ്വസിക്കുകയും 21-ാം നൂറ്റാണ്ട് വരെ അത് ആരും കവർച്ച ചെയ്യാത്ത വിധത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യാനുള്ള ആർജവമുണ്ടായിരുന്ന മഹാരാജാക്കന്മാരാണ് വിദേശികൾ ഈ രാജ്യത്തേക്ക് വരുന്നതിന് മുൻപ് വരെ ഭാരതത്തെ ഭരിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അവരുടെ സാത്വിക ഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വോട്ട് അന്വേഷിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അധികാരം കൈക്കലാക്കാനുള്ള ആർത്തിയോടെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് രാജ്യത്തെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ന് ഭാരതത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ മുസ്ലിം സഹോദരനെന്നോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. രാജ്യത്തെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ആരും മെച്ചമുള്ളവരല്ല. മെച്ചമുള്ളവരാണെന്ന് നമ്മൾ ചില പരിവേഷങ്ങളൊക്കെ ആരെയും കുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാപഢ്യത്തിൻ്റെ മുഖമാണ്. അതുകൊണ്ടാണ് മാർത്താണ്ഡ മഹാരാജാവ് പറഞ്ഞത്, അദ്ദേഹം ഇത്രയും കാലം അത് കട്ടെടുക്കാതെ സൂക്ഷിച്ചു എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയും ഉണക്കമീൻ പൂച്ചയുടെ മുമ്പിൽ സൂക്ഷിക്കാനിരുന്നത് പോലെ. കാരണം പൂച്ചയ്ക്ക് എപ്പോഴും ആ ഉണക്കമീൻ കാണുമ്പോൾ ചാടിക്കടിച്ച് അതിനെ കഴിക്കണമെന്ന് തോന്നും. പക്ഷേ ആ പൂച്ചയാണ് അതിനെ സൂക്ഷിക്കുന്നത് എന്ന് വരുമ്പോഴാണ് പൂച്ചയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ക്രൈസ്തവ മൂല്യം? എന്താണ് ജീവിത നൈർമല്യം? എന്താണ് കാപഢ്യമില്ലാത്ത മുഖത്തിൻ്റെ ലക്ഷണം? ആ കാലഘട്ടത്തിൻ്റെ പിൻതലമുറക്കാരനായി ജീവിച്ചിരുന്ന ഒരു ഇടയ ശ്രേഷ്ഠനും പരിശുദ്ധനുമായിരുന്നു പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനി. അദ്ദേഹം ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് പേഴ്സണാലിറ്റി ഒന്നും ആയിരുന്നില്ല. വിവേകമുണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു, ദൈവജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ മുൻപിലും സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മുൻപിലും പാവപ്പെട്ടവൻ്റെ മുൻപിലും ഒക്കെ അദ്ദേഹം നക്ഷത്രത്തെക്കാൾ ഉജ്ജ്വലമായി ശോഭിച്ചു. എന്ത് സ്വഭാവ വൈശിഷ്ട്യമാണ് ആ പിതാവിൽ നിന്ന് നിങ്ങൾക്കും എനിക്കും പകർത്താനാകുന്നത് എന്ന് മാത്രമേ ഇവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. നമ്മൾ ആ പിതാക്കന്മാരെയൊക്കെ വാഴ്ത്തുമ്പോഴും പുകഴ്ത്തുമ്പോഴും ഒരു ഭാഗം വിട്ടുപോകുന്നുണ്ട്. അതെന്തോന്നാണ്? ആ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു നോക്കും. അത് വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ടോർച്ചടിച്ച് നോക്കാൻ നമുക്കാർക്കും താല്പര്യമുണ്ടാകുകയില്ല. ടോർച്ചടിച്ചാൽ അവിടെ ഒന്നും കാണുകയില്ല. അവിടെ എല്ലാം പണ്ടാരണ്ട് പറഞ്ഞതൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് കൂനംകുരിശ് സത്യത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് 1653 നമ്മുടെ കാരണവന്മാർ പറഞ്ഞു,
ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഉള്ളയിടത്തോളം കാലം വിദേശ മേൽക്കോയ്മ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. അതുവരെ അവരെ ഭരിച്ചിരുന്നത് ധർമ്മരാജാക്കന്മാരായിരുന്നു. അവരെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരല്ലായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് സൂക്ഷിക്കുവാൻ ഒരു മഹാരാജാവിന് തലമുറകളോളം ഇടയാകുന്നത്. അദ്ദേഹത്തിൻ്റെ രാജപദവി എടുത്തു കളഞ്ഞു. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന സ്വാമിയുടെ ദാസനാണ്, ആ സ്വത്തൊക്കെ എൻ്റെയല്ല, അതെല്ലാം ഈശ്വരൻ്റേതാണെന്ന്. എത്ര വലിയ സാത്വിക ഭാവമാണ് അവിടെ ഉള്ളത്. ഒരു ക്രിസ്ത്യാനിയെ അത്രയും സമ്പത്ത് സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു സഹോദരനെ ഇതുപോലെ സമ്പത്ത് സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കാൻ സാധിക്കുമോ? നെവർ നെവർ നെവർ. ഞാൻ പറഞ്ഞത്, വിദേശങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി വന്നവരെ രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കുക മാത്രമല്ല ചെയ്തത്, ഈ രാജ്യത്തെ കൊള്ളയടിച്ചു. പോരാ, ഈ രാജ്യത്തുണ്ടായിരുന്ന മതങ്ങളെ തമ്മിൽ തല്ലിച്ചു. മതങ്ങളുടെ മേധാവിത്വവും അവരെ കൈക്കലാക്കി. അപ്പോൾ 1653 നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, ഈ വിദേശികളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരരുത്. ഈ വിദേശികൾ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല കൊള്ളയടിക്കുന്നത്, നമ്മുടെ പൂർവികന്മാരുടെ വിശ്വാസത്തെ അട്ടിമറിച്ച് ആ വിശ്വാസത്തിനെ മായം ചേർത്ത് വെള്ളം ചേർത്ത് നിശേഷം ഇല്ലാതാക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ കാരണവന്മാരും പരിശുദ്ധന്മാരെ ദൈവത്തെ പോലെ കരുതിയിരുന്നു. മരിച്ചുപോയവരെ എന്നും നമ്മുടെ ബന്ധുക്കളെ പോലെ നമ്മൾ കരുതിയിരുന്നു. നമ്മൾ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടിരുന്നു. നമ്മൾ ആരാധനാ സമൂഹമായിരുന്നു, ആരാധിക്കുമായിരുന്നു. ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് അവർക്ക് എന്ത് പുണ്യമായിരുന്നു? ഈ പാവം ജനങ്ങൾ ഇവിടെ അവരാചരിച്ച ദൈവത്തെ ആചരിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനസ്സവർക്കുണ്ടായോ? ഇവിടെ വന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരവും മതപരമായ അധികാരവും മതവിശ്വാസത്തെ ചുട്ടരിക്കുന്ന മാർഗങ്ങളല്ലേ അവർ സ്വീകരിച്ചത്? എന്ത് പുണ്യമാണ് അവരാ അർത്ഥത്തിൽ ചെയ്തത്? അവരൊരു പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, നല്ലതാണ്. അതെന്തിനാണ്? അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ക്ലർക്കുമാരെയും ശുപാരിമാരെയും ആവശ്യമുണ്ട്. അവരുടെ ഓഫീസിൽ ചായ മേടിച്ചു കൊണ്ടുവരാനായിട്ട് ആരുണ്ട്? ചായ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇവിടെ ടീ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചാന്നായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അവർ സൺഡേ സ്കൂൾ സ്ഥാപിച്ചത് നമ്മളെ നന്നാക്കാനൊന്നും ആയിരുന്നില്ല. അവരുടെ ഓഫീസിലെ മീനിയൽ ജോബ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ചില പള്ളിക്കൂടങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അതിന് ചില നന്മയുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. അവരെ ഇവിടെ രാജ്യം ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ചീത്ത സ്വഭാവങ്ങൾ നമ്മൾ അനുകരിച്ചു, അവരുടെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ അവഗണിച്ചു. രാജ്യത്തെ അവർ കൊള്ളയടിച്ചു, മതത്തെ കൊള്ളയടിച്ചു. മതത്തിൻ്റെ വിശ്വാസത്തെ പാടെ ചുട്ട് ഭസ്മമാക്കി. കൂനംകുരി സത്യത്തിന് മുമ്പുണ്ടായത് എന്തോന്നാണ്? ഉദയം പേര് സുന്നതദോസ് കൂടി ഇവിടെ ഉണ്ടായിരുന്ന പഴയ സെമിനാരിലൊക്കെ ഉണ്ടായിരുന്ന നല്ല നല്ല രേഖകൾ മുഴുവനും അവരെ ചുട്ടരിച്ചു. ഒരു സംസ്കാരത്തെ ശവമടക്കുകയായിരുന്നു അവർ ചെയ്തത്. എന്ത് ദോഷമാണ് ഹൈന്ദവ രാജാക്കന്മാർ നമുക്ക് ചെയ്തത്? 4 ചെപ്പേടുകൾ 3 ചെപ്പേടുകൾ നമ്മുടെ അരമനയിൽ ഇവിടെ ഇരിപ്പുണ്ട്. 2 ചെപ്പേടുകൾ മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തിരുവല്ല അരമനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ 4 ചെപ്പേടുകളെയും കുറിച്ച് ഡോക്ടർ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മഹാസംസ്കൃത പണ്ഡിതൻ അത് റിസർച്ച് ചെയ്ത് ഇത് ഒന്നിൻ്റെ കോംപ്ലിമെൻ്റാണ്, പൂരകമാണ് എന്ന് ഈയിടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ രാജാക്കന്മാർ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പദവി കൊടുത്തത്? ക്രിസ്ത്യാനികൾ വിശ്വസ്തരാണ്, അവർ നല്ലവരാണ്, അവരെ എൻ്റെ രാജ്യത്ത് താമസിക്കട്ടെ, അവർക്ക് ചില പദവികൾ അവകാശങ്ങൾ കൊടുക്കുന്നു. 72 പദവികൾ കൊടുത്തില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, വിദേശ മേൽക്കോയ്മ കൊണ്ടിവിടെ ഉണ്ടായത് രാജ്യത്തിൻ്റെ ഭരണം പോയി,
സഭയുടെ അന്തസത്ത നഷ്ടപ്പെട്ടു, എല്ലാം പോവുകയാണ്. ഇവിടെയുള്ള ധനം അവരെ കൊള്ളയടിച്ച് കപ്പലിൽ കയറ്റി കൊണ്ടുപോയി മഹാരാജാക്കന്മാരുടെ അരമനകളിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും പരമാവധി കടത്തിക്കൊണ്ടുപോയി. ഇതൊക്കെയാണ് അവർ വന്നിട്ടുള്ള പുണ്യം. 2 പള്ളിക്കൂടം സ്ഥാപിച്ചു എന്നത് ശരിയാ, പെൺകുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അത് ശരിയാ. അത് നമ്മളെ നന്നാക്കാനൊന്നും ആയിരുന്നില്ല. അവരുടെ ആഫീസ് ജോലി ചെയ്യാനും, അവരുടെ ക്ലർക്ക് പണി, ശിപായി പണി, അവരുടെ ഓഫീസിലെ ചായ മേടിച്ചു കൊണ്ടുവരുന്ന പണി, അവരുടെ കന്നുകാലികളെ പോറ്റുന്ന പണി, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് കൂനംകുരു സത്യത്തിൻ്റെ ഓർമ്മയാണെന്ന് അതും നമ്മൾ ഓർക്കണം. പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഒന്നും ആർക്കും മതിയാവില്ല. ആ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ധൂപം വീശാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇന്നൊരു വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. കാരണം പഴഞ്ഞി പള്ളിയിൽ 1958 ശേഷം അവിടെ വന്ന് ഒരു സ്വീകരണം കൊടുത്തു. അപ്പം ഞങ്ങളുടെ ആളുകൾ ആവേശം കൊണ്ട് തിരുമേനിയുടെ അന്നും ഈ രഥത്തിൽ കയറ്റിയിട്ട് മനുഷ്യനെ ഉണക്കുന്ന പരിപാടി ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ഈ രഥത്തിൽ കയറ്റി ഞങ്ങളെ ഒന്ന് ചുട്ട വെയിലത്തിട്ട് ഉണക്കിയാൽ ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ്. അതിപ്പോഴും ഉണ്ട്, ഒട്ടും മോശമൊന്നുമില്ല, ഞങ്ങളൊക്കെ അങ്ങ് സഹിച്ചിരിക്കുക. മാത്രമല്ല ഒരു വല്ലാത്ത ലോറിയിലായിരിക്കും വലിച്ചു പറിച്ച് കയറ്റുന്നത്. ആ ലോറിയുടെ പിന്നിലുള്ള കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും കൂടെ ഈ 3 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും അതെല്ലാം ഞങ്ങളുടെ വായിലും ആമാശയത്തിലും എല്ലാം ആയി. പിന്നെ 3 ദിവസത്തേക്ക് ശബ്ദവുമില്ല, ഒന്നുമില്ല. അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അത് കയറിയില്ലെങ്കിൽ അവരെ കാതോലിക്കാതിനും തരില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങളിങ്ങനെ ചെയ്യില്ല, ഞങ്ങളിപ്പോൾ വെട്ടാൻ നിൽക്കും, കുത്താൻ നിൽക്കും എന്നൊക്കെ പറയും. അപ്പം അത് പേടിച്ച് ഞങ്ങളതിൽ കയറിയിരുന്ന് ഉണങ്ങും. ഒരു നിവൃത്തിയില്ല. അത് അതിനൊന്ന് മറിച്ച് പറഞ്ഞാൽ തല്ല് കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടാവും. കാരണം അത്ര ആവേശ ആൾക്കാർക്ക്. അപ്പം ഞാൻ പറഞ്ഞത്, പരിശുദ്ധ പിതാക്കന്മാരെ ഈ സഭയെ അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവരാണ്. സഭയാണ് അവരുടെ വലുത്. അവർ ഇടയന്മാരായിരുന്നു, അവരെ മനുഷ്യ സ്നേഹികളായിരുന്നു. അത് ജാതി മതമൊന്നും അവർക്ക് വിഷയമല്ല. ആ വിധത്തിലുള്ള ഒരു നല്ല സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിലെയൊക്കെ ഉള്ള അവസാനത്തെ കണ്ണി പോലെയാണ് പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനി നമ്മൾ കാണുന്നത്. ഇപ്പോഴ് മതത്തിന് മതത്തെ കണ്ടുകൂടാ, ഒരു സഭയ്ക്ക് വേറെ സഭയെ കണ്ടുകൂടാ, എല്ലാവരും ഇങ്ങനെ ഓരോ തരം തർക്കവും അതും ഇതുമായിട്ട് ഇരിക്കുക. ഈ രാഷ്ട്രീയവും വന്നു, അതുപോലെ തന്നെ ജനാധിപത്യവും വന്നു. ഇതുപോലെ അഴിമതി എന്ന് മാത്രം കിട്ടിയോ മറ്റത് ഒരു രാജാവേ കക്കുണ്ടായിരുന്നുള്ളൂ. കക്കുവാണെങ്കിൽ നല്ല രാജാക്കന്മാരാരും കക്കുകയല്ല. ഇന്ന് എല്ലാവരും രാജാവായതുകൊണ്ട് എല്ലാവരും കക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവസാനം ഈ ഭൂമിയുടെ മണ്ണ് മാത്രമേ കാണുള്ളൂ. ഇനി മണ്ണും ഒന്നിനും കൊള്ളൂല. കാരണം മണ്ണിലും ഇവരെ പെസ്റ്റിസൈഡ്സും വേണ്ടാതീനമൊക്കെ ഉപയോഗിച്ച് അതിൽ ഒരു സാധനം ഒരു വിത്ത് പോലും കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്ത മണ്ണാക്കി തീർത്തു. അതുപോലെ തന്നെ ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്ന രീതിയാക്കി തീർത്തു. അതുപോലെ തല്ലി തല കീറി ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളർച്ച എത്ര പേരെ എതിർ പാർട്ടിയിൽ കൊന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണെന്നാണ് ഒരു രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞത്. ഞാനിങ്ങനെ ഈ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ മാർട്ടിയേഴ്സ് തിരുമേനി, ഞങ്ങളുടെ മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ കിട്ടിയാൽ അത് ഞങ്ങളുടെ പാർട്ടിക്ക് വളർച്ചയാണെന്ന് അവർ പറഞ്ഞു. ഓർത്തു നോക്കി, ഒരാളെ കൊല്ലാൻ ഒത്താൽ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വളരുമെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഓരോ അടിസ്ഥാനപരമായ മോട്ടോ. പിന്നെ ഒരു പോരായ്മയുണ്ട്, നമുക്കത് പറയാതിരുന്നുകൂടാ. ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് പേഴ്സിക്യൂഷൻ ഉണ്ടാകാത്ത ഏക സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. അത് നിങ്ങളൊരു അനുഗ്രഹമായിട്ട് വിചാരിക്കുകയൊന്നും വേണ്ട, അതൊരു ശാപമാണ്. കാരണം ഞാൻ ഈയിടെ കെയ്റോയിൽ പോയി അവിടുത്തെ യുവാക്കന്മാരുടെ ഒരു സ്പിരിച്വൽ വൈബ്രൻ്റ് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തല കുനിക്കേണ്ടി വന്നു. അവർ പറയുന്നത്
ഞങ്ങൾ മാർട്ടിയറാകാൻ ദാഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങാനൊരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ? ചെയ്യൊന്നും വേണ്ട. വി വാണ്ട് ടു ബിക്കം എ മാർട്ടിയർ. കഴിഞ്ഞ ദിവസം 17 പേരെ പള്ളിയിൽ വെച്ച് അവിടുത്തെ തീവ്രവാദികൾ സിറിയയിൽ വെടിവെച്ച് കൊന്നു. സിറിയയിലല്ല, ഇവിടെ ഈജിപ്തിൽ കെയ്റോയിൽ. ആ 17 പേരെ വെടിവെച്ച് കൊന്നു. അവരെയൊക്കെ അവിടെ മൂടിയിട്ടേ ഉള്ളൂ. ഈ യുവാക്കളും നമ്മുടെ ആളുകളും പോയി കുറേ ദിവസം കഴിഞ്ഞ് അവരുടെ അസ്ഥികളൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് 17 ടൂമ്പിൽ അവരെ അടക്കി. എന്നിട്ട് ആ 17 ടൂമ്പിൻ്റെ മുകളിൽ അവരിപ്പോഴ് 17 കോടി രൂപ വിലയുള്ള ഒരു വലിയ ദേവാലയം പണിയാണ്. അങ്ങനെ മരിക്കുന്നതിലൊന്നും അവർക്ക് യാതൊരു ഭയവുമില്ല. ബിക്കോസ് they know who is Jesus. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അപ്പോസ്തലന്മാർക്ക് മാത്രമല്ലേ യോഗം കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്കും യോഗം കിട്ടുവാണെങ്കിൽ അത് വലിയ ഒരു പദവിയായിട്ട് കാണുവാണ്. അല്ലാണ്ട് അവരാരും പേടിച്ച് ഓടുകയല്ല. നമുക്ക് വല്ലാതെ കൊണ്ട് നമ്മൾ പിന്നെ മലപ്പുറത്ത് ഒരു ചെറിയ വഴക്കുണ്ടെന്ന് കേട്ടാൽ നമ്മൾ ആരുമായി കൂടെ പോവില്ല. പണ്ടെങ്ങാണ്ട് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് പോയി പോലീസ് ഇതിലൊന്നും ലാത്തി വീശെന്ന് പറഞ്ഞ് ഇന്നും ചില പള്ളികൾക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ ചുറ്റും വളയാ. ഞങ്ങളതിനെ കേസിൽ പിടിപ്പിച്ചു. എന്ത് പിടിച്ചു എന്നാ? തല്ലൊന്നും ആർക്കും കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. പിന്നെ ചില കുഞ്ഞു കുഞ്ഞു അടിയൊക്കെ കിട്ടിക്കാണും. ഒരു പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലോകത്തിൽ ഉണ്ടാകാത്ത ഏക സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണെന്നാണ് ഇതേവരെ എൻ്റെ അറിവ്. അതിൻ്റേതായ എല്ലാ ജീർണതയും ഇതിൻ്റെ അകത്ത് ഉണ്ട് താനും. ഒരു പേഴ്സിക്യൂഷൻ ഉണ്ടായാൽ നിങ്ങളും ഞാനും ഒക്കെ അതിൽ രക്ഷപ്പെടുകയൊന്നുമില്ല. അതായത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് രക്ഷപ്പെടും. കാരണം ജീവിക്കാനാണ് നമുക്കിഷ്ടം, അല്ലാണ്ട് ക്രിസ്തുവിന് വേണ്ടി ചാകാനും ഒന്നുമല്ല. അതൊക്കെ ഭ്രാന്തന്മാരുടെ പരിപാടിയെന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പേഴ്സിക്യൂഷൻ ഉണ്ടായാൽ ഇപ്പോൾ ഉള്ള 20 ലക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ 200 പേരായിട്ട് ശേഷിക്കും ഈ സഭ. പക്ഷേ 200 പേര് ഉണ്ടെങ്കിൽ ആ 200 പേര് മതി. ആ 200 പേരിൽ നിന്ന് തന്നെ ഈ സഭ ശക്തമായി തഴച്ചു വളരുമെന്നാണ് എൻ്റെ വിചാരം. എനിക്കൊന്നും ഒരു പക്ഷേ ആ പേഴ്സിക്യൂഷൻ പിന്നെ ഫേസ് ചെയ്യാനുള്ള കരുത്തോ ധാർമ്മിക ശക്തിയോ ഒന്നും കാണണമെന്നില്ല. കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാണാതിരിക്കാം. നമ്മളൊന്നും ഒരു പക്ഷേ കാണുകയില്ല. എന്നാലും എൻ്റെ വിചാരം ഒരു 10,000 പേരെങ്കിലും ഇവിടെ ശേഷിക്കും. അതുകൊണ്ട് പേഴ്സിക്യൂഷൻ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആരും ഒന്നും അതേക്കുറിച്ച് അങ്ങനെ ഭയപ്പെടുകയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ദിവസം ചാകും, അത് ശരിയാ. അത് ഒരു തമ്പുരാന് വേണ്ടി ചാകാൻ പറ്റിയ അത്രയ്ക്ക് ലാഭമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പലതും പറയാൻ തോന്നും. ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ഒരു അന്തരീക്ഷവും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ജീവിതം തമ്മിൽ ഒരു പൊരുത്തവും ഞാൻ കാണുന്നില്ല. നമ്മളിങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പടക്കവും പെരുന്നാളും പിന്നെന്താ നല്ല ക്രിസ്മസിൻ്റെ മധ്യ സേവയും എല്ലാ സേവയും നമുക്കുണ്ട്. മദ്യസേവയുണ്ട്, കർത്തൃസേവയുണ്ട്, പിശാചി സേവയുണ്ട്, എല്ലാ തരം സേവയും നമുക്കുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ക്രിസ്ത്യാനിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലം പ്രയോഗിച്ചങ്ങ് നിൽക്കുക. നല്ലത് വർത്തമാന കാലഘട്ടത്തിലെ ജീവിതാന്തരീക്ഷവും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ജീവിതം തമ്മിൽ ഒരു പൊരുത്തവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ പിച്ചും പേയും വിളിച്ചു പറയുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രചോദനം നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നഷ്ടങ്ങൾ വരട്ടെ, അപമാനം മേൽക്കട്ടെ, വറിയിടാവേണ്ട കാര്യമില്ല. ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെങ്കിൽ മരിക്കാം എന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പിരിച്വൽ വൈബ്രൻറ്റ് ചർച്ച് എന്നുള്ള ഒരു നിലയിലേക്ക് എത്താൻ ഒക്കുകയുള്ളൂ. അതിപ്പം എങ്ങനെ ഒക്കുമോയെന്ന് അറിയാൻ മേല. ഏലിയാവ് പറഞ്ഞതുപോലെ ഞാൻ മാത്രമേ ക്ഷേടിച്ചിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ തന്നെ പാടുവോ? 7000 പേര് എനിക്ക് വേറെ ഉണ്ടെന്ന് ഒരിടത്ത് യഹോവ വിളിച്ചു പറയുന്നുണ്ട്. നല്ലവരൊക്കെ ധാരാളം ഉണ്ട്, നമ്മളവരെ കണ്ടുമുട്ടുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ആ ക്രിസ്തുവിനെ ഈ സഭയൊന്നും നശിപ്പിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നല്ലവരുണ്ട്. അത് നിങ്ങളും ഞാനും അച്ഛനും തിരുമേനിയും ഒന്നും ആയിരിക്കില്ല എന്നേ ഉള്ളൂ. അതുമല്ല പാവപ്പെട്ടവനോ ദാരിദ്ര്യം പിടിച്ച വല്ല പിന്നെ ആരെങ്കിലുമൊക്കെ കുടലിലും അവിടെ ഇവിടെയും മീൻ പിടിച്ചൊക്കെ ജീവിക്കുന്നുണ്ടാവും. അവരൊക്കെ നല്ലവരുമായിരിക്കും, പരിശുദ്ധന്മാരുമായിരിക്കും. അവരുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ, ഔഗൻ ബാവ തിരുമേനിയുടെ, അതുപോലെ തന്നെ മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനിയുടെ, വട്ടക്കുന്നേ ബാവ തിരുമേനിയുടെ ഒക്കെ പ്രാർത്ഥന നമുക്കൊരു ബലം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംഹരിക്കും. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുധ്യാനത്തിന്ന സൗമൻ കാലസ്കുറിയേലായിസോ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം കബറുകളുള്ളിൽ നിന്നേ അവരവരുയരോടെഴുന്നേറ്റു ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്റെ മഹത്വം മുറിയോറാകെ മേലൈനുവാദാറേ. മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കുമോ എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാകണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള ആകാശയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. നീമയന്മാരാരേ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞ നീ കാണുന്നു. ആരേ മിന്നലോടു തോർന്നോക്കുകിൽ ഏരിയുന്നുടനെ അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരിടയിൽ യേശായാതാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലെ പുരഹസ്യങ്ങളിവ ഏവം മേശയിൽ ആദാമ്യർക്കായി ഭാഗിക്കുന്നു. ക്രൂബേന്മാരുടെ തേരതുപോലെ സ്ഥിരമേ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിൽ
പട്ടുധരിച്ചവനോപ്പം നിന്നിഹ വേണ്ടും നോർക്കായി പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു വാനവരിടയിലസൂയ ദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യസുതരോ ക്രോബേന്മാർ ഉണ്ടതു കുരിശിപ്പാനായി സുതനെ സഹിയോൻ നാട്ടിമരത്തെ അതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ കെട്ടുകളെ ഛേദിച്ചതുമവിടെ തന്നെ ജമാനൻ തൻ്റെ വ്യരഹ സ്യങ്ങളേവം താൻ കൈക്കൊണ്ടു ഫലം കൈയാലെ ജീവനതായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിയിടും ശ്രേഷ്ഠ അമലമദാം ധൂപത്തിൻ കലശ അതിലൂടെ നല്ലൊരു സൗരഭ്യത്തെ ധൂപിപ്പിച്ചേ അതിനാലങ്ങനെ ലോകത്തെ ആനന്ദിപ്പിക്കും ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാന ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരത്താൽ ഞങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തത്താൽ ഞങ്ങളുടെ ആത്മാവ് പ്രശോഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുപോയവരുടെ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. വാത്സല്യത്താൽ പരിശുദ്ധാത്മാ ദൈവത്താൽ വളർത്തപ്പെട്ടവനായി തന്നോടെ നാവതിലെന്നും ദൈവത്തിൻ ഭവനത്തിൻ താക്കോ ഏന്തുന്നവനാ ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാനത്താലേ ഭൂമിയതെങ്കിൽ തന്നാലൊരുവൻ കേട്ടപ്പെട്ടാൽ അമനുജൻ വിണ്ണുലകം തന്നിൽ കർത്താവാലും കെട്ടപ്പെട്ടവനാ എന്നുള്ളൊരു ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാനത്താലേ. ഹല്ലേലൂയ.
പരമതിങ്കൽ തന്നാലൊരുവൻ അഴിക്കപ്പെട്ട അമനുജൻ താൻ ഉയരം തന്നിൽ കർത്താവാലും നാമട്ടസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ഉണ്ടാക്കുന്നതായ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകിയുള്ള പ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിനുയരത്തിൽ തൻപാദാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ പഠിച്ചു വന്നതായ നിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു തന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. സസ്യാഭോജനത്തിൽ പതിവായിട്ടുള്ള വാകളെ എൻ്റെ ഏകപുത്രൻ്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത ആ നിന്റെ കൃപയാവാ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവൻ്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വബുകുല സുബാൻ ലവൽമീ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭോഗിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മിശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നി ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ. ആമീൻ. ബാറേക്കുമോ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി
നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ ആചാര്യന്മാർ ചമ്മാശന്മാർ യൗപത് യകിനർ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ സഭയെ സേവിച്ച ജപാലകനായുലകം വിട്ടോൻ മാർബസേലിയോസ് ഗീവറുഗീസ്തുതിയൻ ഓർക്കണമേ നിൻ വാനവബലിയിൽ. സവിധേ ദൈവീക കാന്തിയേഴും സുതവാ സാഗാരേ ഇന്നാൾ സ്മൃതരാ ഈ ശ്രേഷ്ഠാചാര്യരെ നീ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ കടപരിഹാരം നാഥ നീയേക കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമലാത്മാവാ ദേവാ പാപം പോക്കി മുഖകാന്തിയതേക. സേലോൻ ബസ്ലോമോ ആഹായ് ഹാബിബായ് എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന് പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുവീൻ. സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ കൂസ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള ആൾക്കാരനായി കൊണ്ട് സഹായിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. ഞങ്ങളോട് കരുണ ചെയ്യണമേ.